ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം ദോഹയിലെത്തി. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഖത്തറിന്റെ നിർദ്ദേശത്തിൽ ഹമാസ് അസ്വീകാര്യമായ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുക. കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിലാണ് തുടർ ചർച്ചകൾക്കായി ദോഹയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാവില്ലെന്ന് ഹമാസ് അറിയിച്ചതിനെ തുടർന്നാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വീണ്ടും ചർച്ചകൾക്ക് ഒരുങ്ങുന്നത്. എന്നാൽ ഖത്തറിന്റെ മധ്യസ്ഥതയിലുണ്ടാക്കിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഹമാസ് തങ്ങൾക്ക് അസ്വീകാര്യമായ ചില ഭേദഗതികൾ വരുത്തിയെന്നാണ് ഇസ്രായേലിന്റെ ആക്ഷേപം. 2 മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിൽ 10 ബന്ദികളെയും 18 മൃതദേഹങ്ങളും ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥ. ഇതിന് ആനുപാതികമായി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും. ഗസയിൽ UN മേൽനോട്ടത്തിൽ കുറ്റമറ്റ തരത്തിലുള്ള സഹായ വിതരണവും വ്യവസ്ഥയിലുണ്ട്. പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് ചർച്ച നീളണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലിനുള്ളിൽ കടുത്ത ഭിന്നത തുടരുകയാണ്. US പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദം ശക്തമാണെന്നിരിക്കെ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോവുകയല്ലാതെ നെതന്യാഹു സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. നാളെയാണ് വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ നിർണായക കൂടിക്കാഴ്ച. അൻവർ പാലേരി, 24 ദോഹ.